ഹലോ ഫ്രണ്ട്സ്, ഇത് വളരെ തിരക്ക് പിടിച്ചൊരു ദിവസം. നല്ല തലവേദനയും ഭയങ്കര ഒരു മടിയും ഒക്കെ ആയിട്ട് ഒട്ടും സമയമില്ലാതെ പെട്ടെന്ന് നമ്മൾ ഞൊടിയിടയിൽ എന്ന് പറയുന്ന പോലെ തയ്യാറാക്കിയെടുത്ത ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണിത്. ആർക്കും പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിനായി ഞാൻ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. 2 തക്കാളിയെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ 3 സവോള എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി എളുപ്പത്തിൽ ചെയ്യാനായതുകൊണ്ട് തന്നെ ഞാനിതെല്ലാം കൂടെ തക്കാളി ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാം കൂടെ ചോപ്പറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് മുറിച്ചെടുത്തു. അതിനുശേഷം ആ സെയിം ചോപ്പറിലേക്ക് തന്നെ തക്കാളി ഇട്ടു. അതും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചു. സവോളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചതും പിന്നെ ഇതിലേക്കുള്ള പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മുട്ട എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ തക്കാളി ചോപ്പ് ചെയ്ത് കൂടെ വെച്ചിട്ടുണ്ട്. ഇനി കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാവും. നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ ആ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവോളയുടെ കൂട്ട് അത് മുഴുവനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. സവോള നന്നായിട്ട് ഇളക്കി അതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പൊടികൾ അതെല്ലാം കൂടെ ഇതിലേക്ക് ചേർക്കുവാണ്. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഓരോ ടീസ്പൂണും, മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ 1/2 ടീസ്പൂൺ വീതവുമാണ് നമ്മൾ ചേർത്തത്. ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ആ തക്കാളി കൂടി അതിലേക്ക് നമ്മൾ ചേർക്കുവാണ്. ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർക്കാൻ മറക്കരുത്. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ പുഴുങ്ങി ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ആ മുട്ട നമ്മൾ അതിലേക്ക് ചേർക്കുവാണ്. അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി വിതറി കൊടുത്തു. ഇനി അടച്ച് വെച്ച് ഒരു മീഡിയം തീയിൽ ആദ്യം വെക്കുക. പിന്നെ കുറച്ച് വേണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ ചാറ് കുറച്ചുകൂടി കുറുകി കിട്ടണമെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ച് അതല്ലെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ കറി റെഡിയാക്കിയെടുക്കാം. ഞാൻ ചാറ് ഈ ഒരു പരുവത്തിലാണ് എടുത്തത്. ഈ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മല്ലിയിലയോ കറിവേപ്പിലയോ ഒക്കെ വിതറിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ ഇത് വളരെ നല്ലതാണ്.